ദ സൈലന്റ് റൂം. 1959 ജോൺസൺ ഫാമിലി ന്യൂ ഓർലൻസ് സിറ്റിയിലെ ഒരു പഴയ വിക്ടോറിയൻ വീട്ടിലേക്ക് മാറി. വർഷങ്ങളായി വിൽക്കാനിരുന്ന ഈ വീട് റിയൽ എസ്റ്റേറ്റ് ഏജന്റിന് ചീപ്പ് റേറ്റിൽ വിൽക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ജോൺസൺ ഫാമിലിയിൽ വൈഫ് മേരി, ഹസ്ബൻഡ് ടോം, യങ് ഡോട്ടർ ലില്ലി അവർ ഒരു നല്ല ഡീൽ നേടിയതായി കരുതിയിരുന്നത്. എന്നാൽ അവർ വീട്ടിൽ വന്ന ഡേ മുതൽ അതിഭീകരമായ സംഭവങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. പാതിരാത്രിയാകുമ്പോൾ ലില്ലി കരഞ്ഞുകൊണ്ട് എണീക്കാൻ തുടങ്ങി. അവളുടെ മുറിയിൽ ഒരു കോർണറിൽ ഒരു ഡാർക്ക് വുമൺ നിൽക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു. ആദ്യമൊക്കെ മേരിയും ടോമും അതൊരു നൈറ്റ്മെയർ ആണെന്നാണ് വിചാരിച്ചിരുന്നത്. ബട്ട് അവർ വാൾസിൽ നിന്നും അലർച്ചകളും ലൈറ്റുകൾ തനിയെ ഓഫ് ആകുന്നതും കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു രാത്രിയിൽ ടോം ഈ നോയ്സസ് എവിടുന്നാണ് വരുന്നതെന്ന് നോക്കാൻ തീരുമാനിച്ചു. അവൻ അതിന് പിന്നാലെ ചെന്നപ്പോൾ ആ ഹൗസിൻ്റെ അറ്റത്തുള്ള ഒരു ലോക്കായ ഡോറിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നു. അവൻ ക്രോബാർ ഉപയോഗിച്ച് അത് തുറന്നു. അതൊരു ചെറിയ ഡാർക്ക് റൂമാണ്. അതിന് വിൻഡോസ് ഉണ്ടായിരുന്നില്ല. റൂമിൻ്റെ അകത്ത് വാളിനോട് ഫേസ് ചെയ്ത് ഒരു വുഡൻ ചെയർ ഉണ്ടായിരുന്നു. പക്ഷേ ടോമിനെ പേടിപ്പിച്ചത് വാൾസിൽ മൊത്തം ബ്ലഡ് കൊണ്ട് എഴുതിയതാണ്. അവൾ കാണുന്നു, അവൾ കേൾക്കുന്നു, അവൾ ഒരിക്കലും പോകുന്നില്ല. അങ്ങനെ അവസാനം അവർ ഈ രാത്രിയിൽ തന്നെ ആ വീട് വിട്ടു പോയി. പിന്നീട് അവർക്ക് മനസ്സിലായി 1900 മാർഗരറ്റ് എന്ന സ്ത്രീ ആ വീട്ടിൽ താമസിച്ചിരുന്നു. അവളുടെ ഹസ്ബൻഡ് ബ്ലാക്ക് മാജിക്കിൽ ഏർപ്പെട്ടിരുന്നതായി ആരോപിച്ച് അവളെ ആ റൂമിൽ പൂട്ടിയിട്ടു. അതിനുശേഷം ഹസ്ബൻഡിനെ ആരും കണ്ടിട്ടില്ല. ആ വീട്ടിൽ ഇന്ന് വരെ ആരും താമസിച്ചിട്ടുമില്ല.